പുറത്തുവരുന്ന മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിർണായകമായൊരു റിപ്പോർട്ട് പുറത്ത്. എയർ ഇന്ത്യ 171 വിമാനത്തിന്റെ അപകടത്തിന് പിന്നിൽ ബോയിംഗ് 787 ഫ്ലീറ്റിലെ ഗുരുതരമായ സാങ്കേതിക തകരാറുകളാണെന്നാണ് റിപ്പോർട്ട്. ഫൗണ്ടേഷൻ ഫോർ ഏവിയേഷൻ സേഫ്റ്റി വിസിൽ ബ്ലോവർ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ബോയിംഗ് 787 വിമാനങ്ങളിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റം തകരാറുകൾ നിർമ്മാതാക്കൾ അവഗണിച്ചുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് ദുരന്തത്തിന് കാരണമായതെന്നും ഈ മാസം 12-ന് US സെനറ്റ് പെർമനന്റ് സബ് കമ്മിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ, അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ അന്വേഷണം DGCA നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വിസിൽ ബ്ലോവറുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്താണ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ? നോബൽ. അരുൺ, ബോയിങ് 787 വിമാനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഫോർ ഏവിയേഷൻ സേഫ്റ്റി വിസിൽ ബ്ലോവറാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ സെനറ്റ് പെർമനന്റ് സബ് കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലടക്കം ഈ പ്രശ്നം ഉണ്ടായത് ഈ 787 ഫ്ലീറ്റുണ്ടായ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. മുൻപും ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഇതിൽ കാണിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അപകടകരമായ പ്രശ്നം, അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായി തന്നെ ഇത് പുറത്തേക്ക് വരുന്നതാണ് ഈ കാര്യത്തിൽ എന്താണ് അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും ഈ വിവരം വരുമ്പോൾ, പ്രധാനമായും ഈ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അതായത് വിമാനങ്ങളിൽ കാലങ്ങളായി ഇത്തരത്തിൽ ഇലക്ട്രിക്കൽ ഒപ്പം സിസ്റ്റം തകരാറുകൾ നിർമ്മാതാക്കൾ അവഗണിച്ചു എന്നാണ് പറയുന്നത്. അസാധാരണമായ നിലയിൽ തന്നെ ഇതിൽ അവഗണന ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിൽ 2014 മുതൽ തന്നെ ഇലക്ട്രിക്കൽ തകരാറുകൾ ഉണ്ടായിരുന്നു. സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പുകൾ, അതോടൊപ്പം തന്നെ ഷോർട്ട് സർക്യൂട്ടുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമിതമായ ചൂടാകൽ അടക്കമുള്ള കാര്യങ്ങളും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം 2022 ജനുവരിയിൽ ഈ P100 എന്ന് പറയുന്ന പ്രൈമറി പാനലിന് തീപിടുത്തം ഉണ്ടാവുകയും ഇത് മാറ്റിവെക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മുൻപ് പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ വിമാനത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനെ അവഗണിച്ചതാകാം ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. ഈ ബോയിങ്ങിന്റെ 787 വിമാനങ്ങളിൽ മൊത്തത്തിൽ ഇത്തരത്തിലൊരു സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കൂടിയാണ് ഈ റിപ്പോർട്ട് എന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ. അതോടൊപ്പം തന്നെ മുൻപും പ്രത്യേകിച്ച് ബോയിങ് ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ അവഗണിച്ചത് മനഃപൂർവ്വമോ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെയോ ആകാം. പക്ഷേ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടുണ്ടാകുന്ന പ്രശ്നം ആണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് എന്താണെങ്കിലും പുറത്തേക്ക് വന്നിരിക്കുന്നത്. നേരത്തെ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ പ്രത്യേകിച്ച് പഠനം നടത്തുകയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് റിപ്പോർട്ട് നേരത്തെ AIBയുടെ ഭാഗത്ത് വന്നതാണ്. അതിലും സമാനമായി തന്നെ ഈ ഇലക്ട്രിക്കൽ അടക്കമുള്ള പ്രശ്നങ്ങളിൽ ചില സർക്യൂട്ടുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ കൂടി ഇപ്പോൾ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഈ റിപ്പോർട്ടിൽ എന്താണെങ്കിലും ബോയിങ് വിമാനങ്ങളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലടക്കം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ഈ വിസിൽ ബ്ലോവർ റിപ്പോർട്ടിലുള്ളത്.